നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ ഇടംവരെയായി. എന്നെ ദിവസം ഉണ്ടല്ലേ, 2 ദിവസം കാഞ്ഞിരപ്പള്ളിക്കാർക്കൊക്കെ എല്ലാവരും വരണം കേട്ടോ. ശാന്തിദൂത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ്. നല്ല രസമാണ്. അതിൻ്റെ ഒരു റാലിയുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം. ഭയങ്കര രസമാണ്. 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഗാനമേളയുണ്ട്. ഫിലിം സ്റ്റാർസൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. നല്ല രസമാണ്. ഒരു ഉത്സവമേള അത്ര വിചാരിച്ചാൽ മതി. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിടാം. മാക്സിമം ശ്രമിക്കാതെ കേട്ടോ. കാഞ്ഞിരപ്പള്ളിയിലുള്ളവരൊക്കെ വരും കേട്ടോ. ഇസബല്ലയുടെ അതൊക്കെ കൂടെ ശാന്ത് പോകുന്ന കേട്ടോ. എന്നാന്നറിയാം, നമുക്ക് ദൈവം ഇങ്ങനെ ഇപ്പം തിരുപ്പിറവി ആണെങ്കിലും വിഷു ആണെങ്കിലും ഓണം ആണെങ്കിലും ക്രിസ്മസ് ആണല്ലോ തിരുപ്പിറവി, അങ്ങനെയുള്ള കാര്യം എന്തുവാ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയോ? ക്യാമറ പോകുന്ന പോക്ക് കണ്ടോ എന്തിനാന്ന്. നമ്മൾ കുറച്ച് മതിമറന്ന് എല്ലാ ദിവസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ ആഘോഷങ്ങൾ വേണം. അപ്പം മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്ക്. കുറച്ച് ദിവസം ദുഃഖങ്ങൾക്ക് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാൻ വലിഞ്ഞേറിയതാ. അങ്ങനെയൊക്കെ ഇല്ലേ, ഒരു അവധിയൊക്കെ കൊടുക്കും. മനസ്സുകൊണ്ട് അങ്ങ് അവധി കൊടുക്ക്. നമുക്ക് പിന്നെ ആലോചിക്കാന്നേ, ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിക്കാം. പിന്നെ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ടൈപ്പ് സാരി. ഒന്ന് മൊഡാൾ സാരി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഒന്ന് പട്ടോള, സെമി പട്ടോള സാരി. ഇത് ഞാൻ എൻ്റെ ഓൺലൈൻ തുടങ്ങിയ ഒരു സമയത്ത്, ആ ഒരു സമയം അത്രയും ദൈർഘ്യമായി, ഇപ്പോൾ ഏകദേശം 3 വർഷത്തോളം ആകാറാകുന്നു, കാണിച്ച ഒരു സാരിയാണ്. അന്ന് വൻ ഡിമാൻഡോടെ പോയ സാരിയാണ്. പക്ഷെ എന്നിട്ട് അതിന് ശേഷം എനിക്കിത് ശരിക്കും കിട്ടിയിട്ടില്ല. അന്നത്തേലൊക്കെ ഒത്തിരി ബഡ്ജറ്റ് റേറ്റിൽ എനിക്ക് ഇന്നിപ്പോൾ ഇത് കൊണ്ടുവരാൻ പറ്റി. എന്താ സാരി നല്ല സോഫ്റ്റ്, എന്നാ പറയുക, വീവിങ് സാരിയാണേ. അയ്യോ, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ചിരി വന്നതേ. എന്നാലും എനിക്ക് എറണാകുളത്തിന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. എന്നിട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഏകദേശം വീട്ടിൽ വന്നപ്പോൾ 10 മണിയായി. എന്നിട്ട് ഫുഡ് കഴിക്കാൻ കയറി കഴിയുമ്പോഴത്തേനും ക്ഷീണം കേട്ടോ, നല്ല ക്ഷീണം. ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞിട്ട് കള്ളപ്പം കഴിച്ചു കേട്ടോ. കള്ളപ്പം ഡെക്ക് റോസ്റ്റുമാണ് കഴിച്ചത്. എന്നിട്ട് കാറ കയറിയതേ ഞാൻ പൂക്കുറ്റി ഉറക്കമായി കേട്ടോ. എന്നിട്ട് എൻ്റെ കഥ കേൾക്കുന്ന ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോണേ. ഞാൻ ചുമ്മാ കഥ വിശേഷങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ വീട്ടുകാരോട് പറയത്തില്ല, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. എന്നിട്ടേ ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ കാണുന്നത് റോഡ് മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ഈ എന്നാ പറയുന്നത് മിന്നി ബൾബും ഇലുമിനേഷൻ ബൾബും എന്തൊക്കെയാണ് എല്ലാം അല്ലേ, ഭയങ്കര ക്രിസ്മസ് സ്റ്റാർസും എല്ലാം തൂക്കിയേക്കുന്നല്ലേ. അപ്പോൾ വഴിയിൽ ഇങ്ങനെ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഞങ്ങളുടെ എട്ടളംകുളം എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വലിയ മരം നിറച്ചും ഇങ്ങനെ ഇരിക്കുവാണ്. നിറച്ച് നല്ല രസമാണ്. ഭയങ്കര ഇങ്ങനെ ബൗള് പോലെ സ്റ്റാറും എല്ലാം തൂക്കി ഇരുട്ടത്താകുമ്പോൾ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. എന്നിട്ട് ഞാനിത് കണ്ടിട്ടേ നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നിട്ട് വന്നിട്ട് ഇവിടെ ഇല്ലല്ലോ. കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ബസ് നിർത്തി. ഇതിനകത്ത് വലിയ കഥയൊന്നും ഇല്ല കേട്ടോ, അന്നേരത്തെ കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ. എന്നിട്ട് ബസ് നിർത്തിയിട്ടേക്കുന്ന അവിടെ ചെന്നപ്പോൾ ആ ബസ്സിൽ ഇങ്ങനെ ലൈറ്റ് കത്തിക്കണം. അവിടെ വായപ്പോഴേ ഞാൻ പറഞ്ഞു, അയ്യോ ആ മരം കാണാൻ എന്നെ രസമാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ അങ്ങോട്ട് കളിയാക്കാൻ തുടങ്ങി, നിനക്ക് കള്ളപ്പം തലയ്ക്ക് പിടിച്ചോ, ബസ്സാണ് നീ കണ്ടേ, ബസ് കണ്ടിട്ട് നീ മറ്റെന്തൊക്കെയോ പറയുക. എനിക്ക് ഞാൻ പറയും ബെറ്റ് വെക്കാം, നമുക്ക് വണ്ടി തിരിക്കും, നമുക്ക് ബെറ്റ് വെക്കാം, എനിക്കിപ്പോൾ 1000 രൂപ. പോയൊന്നുമില്ല, ചുമ്മാ പറയാം. ശരിക്കും ഞാൻ കണ്ടതായിരുന്നു കേട്ടോ. ഇപ്പോൾ അതെന്തിനാ ഞങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ ചുമ്മാ കണ്ടോ സാരി ഉണ്ടോ, ഞാൻ അടിപൊളി സാരിയാണ്. ഇത് വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ ഓർക്കുന്നുണ്ട്. അന്നത്തെ വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്കിപ്പോഴും ഉണ്ട്, അവർ ഓർക്കുന്നുണ്ടായിരിക്കും ഈ സാരി. പ്രത്യേകിച്ച് ഈ ചില്ലി റെഡ് സാരിക്ക് ഇപ്പോഴും കണ്ടമാനം സ്റ്റോക്കില്ല. അന്ന് ഞാൻ എത്ര സ്റ്റോക്ക് മാറ്റിക്കോട്ടെ. ഞാനിവിടെ കാണിക്കുന്നതിന് മുന്നേ മാറ്റുന്നു, ഞാൻ എന്നെ അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു. എന്നെപ്പറ്റി ഭയങ്കര കംപ്ലൈൻറ്റ് അവിടെ. ഞാനിവിടെ മറ്റേ ഇന്ത്യൻ സിനിമയ്ക്കകത്ത് ഇന്നസെൻ്റ് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ കണ്ടോ എന്നാ സോഫ്റ്റാണെന്നറിയോ. നല്ല സാരിയാണ്. 799 ഉള്ളി റേറ്റ്. ഈ റേറ്റ് നിങ്ങൾക്ക് ഈ സാരി കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. ഈ സാരി നിങ്ങൾ ഒരു 2000, 2500 രൂപ, 3000 രൂപ പറഞ്ഞാലും ആരും ഒന്നും വെക്കത്തേ ഇല്ല. അത്രയ്ക്ക് നല്ല സാരിയാണ്, കംഫർട്ടാണ്, കാണാൻ നല്ലതാണ്, നല്ലൊരു ആൻറ്റിക് ടച്ചാണ്, എല്ലാം കൊണ്ട് നല്ലതാണ്. താഴത്തെ ബോർഡർ ഇത്, മുകളിലത്തെ ബോർഡർ ഇങ്ങനെ ഫുള്ള് വീവിങ് ആണ്. വീവിങ് സാരിയാണ്. വീവിങ് ആണെങ്കിൽ സോഫ്റ്റാണ്, കുത്തി കൊള്ളത്തോ അങ്ങനത്തെ ഒന്നുമില്ല. 2 സൈഡും ഒരുപോലെ ഇരിക്കും.
ഇതാണ് ആദ്യത്തെ സാരി. പിന്നെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ, എല്ലാം നല്ല കളർ ചാർട്ടുമാണ്. ബ്ലൗസ് സെൽഫ അല്ലേ, സെൽഫല്ലേ? ഒരു സാരി മൊത്തം നൂറത്തെ ബ്ലൗസ് സെൽഫ. ഈ ബ്ലൗസ് തന്നെ തയ്ച്ചിട്ടാൽ മതി കേട്ടോ, നല്ലതായിരിക്കും. ഇനി അതിൻ്റെ വേറെ കളേഴ്സ് കാണിക്കാതെ, ഇതിൻ്റെ 1-2 ഡിസൈനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസൈനിങ് വന്നിരിക്കുന്ന ഇത് ബോട്ടിൽ ഗ്രീനാണ്. ഈ ഒരു എന്നാ പറയുന്നത്, ഈ ഒരു മെഹന്തി കളർ കേട്ടോ, മെഹന്തി ഡിസൈൻ അല്ല, മെഹന്തി കളർ വരുന്ന ബോർഡറാണ്. ബോഡിയിലും അതെ ഇതും അതെ. അതൊരു പ്രത്യേക ടച്ച്, ഇനി ഒരു പ്രത്യേക അഴകാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ മുന്താണി വരെ നൂർക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ കാണിക്കാം. മുന്താണി ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചില്ലേ, ഇല്ലെങ്കിൽ ഈ സാരി മൊത്തം നൂർത്തെടുക്കേണ്ടി വരും. നല്ലതല്ലേ? ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും നല്ല സാരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ. എന്നാൽ വൂവൻ സാരി ആയതുകൊണ്ട് ഒട്ടും ഊർന്നോ അതിനകത്ത് ഒട്ടും പിന്നെ പറയാൻ വന്നതും കൂടെ പോയല്ലോ, ഒട്ടും ഒഴുകി പോകത്തില്ല. എന്നെ ഇവിടെ നിന്ന് ആക്ഷൻ കാണിക്കാണ്, അതാണ് പ്രശ്നം. ഈ ആക്ഷൻ കാണിക്കുന്നവർക്ക് നിന്നുകൊണ്ട് കാണിച്ചു എന്നെ കളിക്കുന്നത് കപ്പിലൊടിക്കാൻ നല്ല സുഖമാണല്ലോ. അത്യാവശ്യമാണോ? അടുത്ത സാരി ഇത് വയലറ്റ് അല്ലെങ്കിൽ റോയൽ ബ്ലൂ ആണോ വയലറ്റ് ആണോ? വയലറ്റ് അല്ലേ? ഉറപ്പിച്ചോ? ഇതിപ്പോൾ രണ്ടും പറഞ്ഞോണ്ടിരിക്കുമോ? റോയൽ ബ്ലൂ. അയ്യേ, ഇത് റോയൽ ബ്ലൂ, അതാ വയലറ്റ്. ഇത് കണ്ടോ? എന്നെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെയൊന്നും വഴിതെറ്റുന്ന ടീമല്ല കേട്ടോ. എനിക്ക് റോയൽ ബ്ലൂ കണ്ടാൽ അറിയാം. ഇത് കണ്ടോ? എനിക്കിതിൻ്റെ ഏറ്റവും എടുത്ത് പറയാനുള്ളത് എന്നാണെന്നറിയാമോ? ഇതിൻ്റെ സോഫ്റ്റ്നെസ്സാണ്. അത് സോഫ്റ്റ്നെസ്സാണേ. അത് എത്ര കംഫർട്ടാന്ന് പറയാനറിയത്തില്ല, പക്ഷേ ഒഴുകി അങ്ങ് പോകത്തുമില്ല. നല്ലൊരു സ്റ്റഫ്. അതാണ് എനിക്ക് ഈ പട്ടോളയുടെ ഏറ്റവും ഗുണമായിട്ട് തോന്നുന്നത്. അടുത്തത് ഇതാണ് വയലറ്റ്. ലുക്ക് ദിസ് ഇസ് വയലറ്റ്. അല്ല, കണ്ണാടി വെച്ചിട്ട് ഒരു കാര്യമില്ല അല്ലേ? കളർ തിരിച്ചറിയണമെങ്കിൽ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പോകാറുമ്പോൾ കളേഴ്സൊക്കെ പഠിപ്പിക്കും, അറിയാമോ? 5 പഠിപ്പിക്കണം, അതുവരെ പോലും എൻ്റെ അവസ്ഥ. ഇതിനൊരു ചെറിയ ഗ്ലോ ഉണ്ട്. ഇതിപ്പോൾ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഭയങ്കര ഗ്ലോ ആണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ശരിക്കും ഉണ്ടല്ലോ, നമുക്കൊരു ആൻറ്റിക് ടച്ച് തരുന്നില്ല. ആൻറ്റിക് ടച്ച് അല്ല, ആൻറ്റീക്ക് ടച്ച് തരുന്ന ആ ഒരു സംഭവമില്ല, അതാണിത്. അങ്ങനത്തെ ഒരു മോഡൽ സാരി ഇത്. ഭയങ്കര എടുത്ത് നിൽക്കത്തില്ല, ഭയങ്കര വെട്ടിത്തിളങ്ങുന്നതല്ല. പക്ഷേ ഇതെല്ലാം ഉണ്ട് താനും, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇതെല്ലാം ഉണ്ട് താനും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഡിസൈൻ മാറി വേറൊരു ഡിസൈൻ. വലിയ വ്യത്യാസമൊന്നുമില്ല, ബോഡിയിലും വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്, ഡിസൈൻ മാത്രം മാറി. ഇതെന്തോ മെറ്റീരിയലും ബാക്കി കളർ അതിനകത്തും ഉണ്ടായിരുന്നു. ബോട്ടിൽ ഗ്രീൻ ഇതിനകത്തും ഉണ്ട്, ബോട്ടിൽ ഗ്രീൻ. പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. ഇതിന് നമുക്ക് ഒട്ടും തീരെ സ്റ്റോക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഒരുവിധം ഇതൊന്നും കിട്ടിയത് തന്നെ സ്റ്റോക്ക് തീരെ കിട്ടിയിട്ടില്ല. തന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. ഒന്നും ഓർക്കല്ലേ, നമ്മൾ അന്നേരം ക്യാഷ് ഇടുന്ന ആരാണോ അവർക്ക് കൊടുക്കുള്ളൂ. ഇതാ ബ്ലൗസ് സെൽഫാണേ, അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കാത്ത കേട്ടോ. അയ്യോ, ബ്ലൗസ് സെൽഫല്ല. ഇത് കണ്ടോ, ഇതാ ബ്ലൗസ്. ഇതാണ് ബ്ലൗസേ. എന്നാന്നറിയാവോ? ബോർഡറുണ്ട്. ഇത് വ്യത്യാസം സെൽഫല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഡിസൈൻ വരുമ്പം മറ്റേതിനെക്കഴിഞ്ഞും കുറച്ച് ചെറിയ ഡിസൈൻ ബ്ലൗസിന് വരുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒരു ബോർഡറും ഉണ്ട്. കണ്ടോ? ഈ മറ്റേതും കൂടെ നോക്കട്ടെ. അതാശാത്തിക്ക് കഥ കുറച്ചിട്ട് തീർന്നിട്ടൊന്നും നേരെ ഇട്ടിട്ട് എന്നെ തന്നെ പറയും അല്ലേ. കുറ്റമുണ്ടെന്ന് പറയണം അല്ലേ? അതിന് കുഴപ്പമൊന്നുമില്ല. മര്യാദക്കിരി എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരെണ്ണം വെച്ച് കൊടുക്കണം. ഇച്ചിരി നേരം വായടച്ച് വെക്കാം. ഞാൻ എന്നോട് തന്നെ പറയും, ഇച്ചിരി നേരമൊക്കെ ഒന്ന് വായടച്ച് വെക്കുന്ന നല്ലതായിരിക്കും. ഇത് സെൽഫാണ് കണ്ടോ ബ്ലൗസ്. ഇതിൻ്റെ സെൽഫാണ്, ഞാൻ പറഞ്ഞത് തെറ്റിയില്ല. പുതിയതെടുത്തതിന് സെൽഫല്ല. ഈ ഡിസൈൻ്റെ വയലറ്റ് കളർ. ഇതിനകത്തൊന്നും തിരിച്ചറിയാനില്ല, ഡിസൈൻ വ്യത്യാസമുണ്ടോ ഒന്നും തിരിച്ചറിയാനില്ല, യാതൊരു പ്രത്യേകതയുമില്ല.
നിങ്ങൾക്ക് ഇനി മറ്റേ ഡിസൈൻ ആയിരുന്നു ആദ്യം ചോദിച്ചത്, രണ്ടാമത്തെ ഡിസൈൻ, ആദ്യത്തെ ഡിസൈൻ അതില്ലെങ്കിൽ രണ്ടാമത്തെ ഡിസൈൻ എടുത്തുകൊള്ളുക. ഏതായാലും ശീഘ്രമായ കാര്യം നടത്തണം, അല്ലെങ്കിൽ കിട്ടൂല. എത്രയോ കാലം ഞാൻ കുറേ കാലമായിട്ട് എപ്പോഴും എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരും കേട്ടോ, ഈ പട്ടോള സാരിയുടെ കാര്യം ഇത് കിട്ടുന്നില്ലോ എന്ന് ഓർത്ത്. അയ്യോ, സത്യം പറയാം, അത്രയ്ക്ക് ഈസി അല്ല ഇത് കിട്ടാൻ. പിന്നെ ഇത് മോഡൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ചിലത് ഇത് സെമി സിൽക്കേ വരുന്നുണ്ട് ഇങ്ങനത്തെ പ്രിന്റ് ഡിസൈനും. അതല്ല കേട്ടോ, ഇത് പിടിച്ച് നോക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് അറിയത്തുള്ളൂ. ആ ഒരു വീവ് ചെയ്തെടുത്തേക്കുന്ന ആ ഒരു സാധനം, അത് കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ കോട്ടണയിലൊക്കെ പിടിക്കുന്ന ഒരു, കോട്ടണയിലല്ല അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റയോൺ പോലെയൊക്കെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ പിടിക്കുന്ന ഒരു ഇതാണ്, പക്ഷെ സിൽക്കാണ്. വയലറ്റിൻ്റെ അല്ല, റോയൽ ബ്ലൂവിൻ്റെ വേറൊരു പ്രിന്റ്, മറ്റേ പ്രിന്റ്. അയ്യോ, അതിൻ്റെ മണ്ടയ്ക്ക് പോയല്ലോ, ആ സാരിയില്ല. മുമ്പേ കണ്ട ചില്ലി റെഡിൻ്റെ ഈ പ്രിന്റ്. എന്നാ ഇഷ്ടമെന്ന് പറയും, സാരി ഭയങ്കര ഇഷ്ടമാണ്. ഇനി മൊഡാളിൻ്റെ സാരി കാണിക്കാവേ. ഇനി മൊഡാളിൻ്റെ സാരി, ഈ സാരി ഇങ്ങനത്തെ സാരി ഞാൻ കാണിച്ചിട്ടുള്ള കേട്ടോ, ആദ്യമായിട്ട് കാണിക്കുന്നതല്ല. ഇത് ഒരു നമ്മൾ സെമി മൊഡാൾ കാണിച്ച സാരിയല്ല, ഇത് പ്യുവർ മൊഡാൾ തന്നെ. പ്യുവർ മൊഡാൾ എന്ന് പറഞ്ഞാൽ 100% മൊഡാൾ എന്ന് പറയുന്നില്ല, ഒരു 90% മൊഡാൾ. നിങ്ങൾക്ക് സ്റ്റഫ് കാണുമ്പോൾ അറിയാം. മൊഡാൾ വിത്ത് നേരത്തെ കാണിച്ചിട്ടുള്ളതുമാണ്, ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ളതുമാണ്. ഇതിൻ്റെ കളറില്ലേ, ഒരു ബ്രിക്ക് കളറാണ് കേട്ടോ, അതായത് മെറൂൺ ആണോ തോന്നും, മെറൂണിൻ്റെ നല്ല സാമ്യതയുള്ള ബ്രിക്ക് കളർ കേട്ടോ. ഇത് വരും മുന്താണി, അജ്രക്കാണ് പ്രിന്റ്. ബ്ലൗസ് ഇത് ഇങ്ങനെ പോൾക്കാ ഡോട്ട്സ് വരുന്ന ബ്ലൗസ് ഉണ്ടോ, നല്ലതല്ലേ, നല്ല ഭംഗിയാണ് ബ്ലൗസ്. ഈ ഒരു ബ്ലൗസും ഇതുമെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ മൊഡാളല്ലേ, അതിൻ്റെതായ ഗുണവും ഭംഗികളും ആൾക്കാണും നല്ല രസമാണ്. നിങ്ങൾക്ക് കുറച്ച് നാളൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ചുരിദാർ സെറ്റൊക്കെ ആക്കി വേണമെങ്കിൽ മാറ്റാം. മൊഡാൾ ഏത് ഇതിലിട്ടാലും അടിപൊളിയാണ്. എന്നാ ചുരിദാർ സെറ്റാക്കിയോ കുർത്തിയാക്കിയോ സാരിയാക്കിയോ എങ്ങനെ ഇട്ടാലും മൊഡാൾ ഭയങ്കര രസമാണ്. നമുക്ക് ബോഡിക്ക് നല്ല കംഫർട്ടുമാണ്. പിന്നെ ഡ്രൈ വാഷേ പാടുള്ളൂ, അല്ലെങ്കിൽ കെയർഫുള്ളായിട്ട് ഷാംപൂ വാഷ്. വയലറ്റ് ഷെയ്ഡ്. ഇത് എനിക്ക് കുറച്ച് എൻ്റെ ഫേവറേറ്റ് സാരീസ് കുറച്ചൊന്ന് റീസ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നമുക്ക് പുതിയ കളക്ഷൻസ് ചുരിദാർ സെറ്റ് ഒത്തിരി വന്നിട്ടുണ്ട്, കുർത്തി വന്നിട്ടുണ്ട്. ഈ ക്രിസ്മസ് തീരാറായപ്പോൾ എന്തിനാ കൊണ്ടിരുന്നത് ചോദിച്ചാൽ, നമുക്ക് 365 ദിവസം ക്രിസ്മസ് ഓണമൊക്കെയാണെന്ന് നമ്മളങ്ങ് മനസ്സുകൊണ്ടെങ്കിൽ വിചാരിച്ചേക്കണം. നടക്കത്തില്ലാത്ത കാര്യം എനിക്കറിയാം, പക്ഷെ നമ്മളങ്ങനെ പക്ഷെ വേറെ എക്സ്പെക്റ്റേഷനും പോരുത്. അപ്പോൾ ഓണമായി എല്ലാ ദിവസവും എനിക്ക് ഓണം, അത് സദ്യ വേണമെന്ന് ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതിനെ മനസ്സിലാവും, അത്രേ ഉള്ളൂ. ഏത് ഇവിടെ നിന്ന് കാണിക്കുന്ന ആക്ഷൻസ് ഉണ്ടല്ലോ, എനിക്ക് പറ്റുക ഏതെങ്കിലും സമയത്ത് എടുത്ത് ഒരു റീലാക്കി ഇടുന്നുണ്ട്. വയലറ്റ് ഷെയ്ഡ് കേട്ടോ. വയലറ്റ് എന്ന് പറഞ്ഞാൽ വാടാമുല്ലയുടെ വയലറ്റ് അല്ലല്ലോ, വാടാമുല്ല ഷെയ്ഡ് അല്ലേ, വാടാമുല്ലപ്പൂവിൻ്റെ ഒരു കളറ്. എന്താ ബ്ലൗസ്. എൻ്റെ പൊന്നെ, ഞാനൊരു കാര്യം പറയുന്നത് ആദ്യം ഇട്ടാൽ മതി കേട്ടോ. ഈവത്തെ കൊണ്ട് തീരുവ നല്ല നേവി ബ്ലൂ കാണിച്ചില്ലായിരുന്നോ? എന്താ ഈ ബോഡിക്ക് അജ്രക്ക് പ്രിന്റ് വരുന്ന എല്ലാവർക്കും വലിയ കാര്യമുള്ള കാര്യമാണ്, ഇഷ്ടമുള്ള കാര്യമാണ്. ബോഡിക്ക് അജ്രക്ക് പ്രിന്റും മുന്താണിയിൽ ആ ഒരു പ്രിന്റ്, അജ്രക്കിൻ്റെ ആ ഒരു ഡിസൈൻ, ഓ എന്നാ രസമല്ലേ ഈ ഡിസൈൻ, അല്ലല്ലേ? ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി. അഴിച്ചിടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, ഞാൻ പറയുന്നതാണേ, അറിയത്തില്ല കേട്ടോ. പിന്നെ ഇതിലും നല്ല രീതിക്കൊക്കെ ഫാഷൻ സങ്കല്പങ്ങൾ ബ്ലൗസ് ഉള്ളവർക്ക് അങ്ങനെ ഒരു ഷെയ്ഡ്, 2 ഷെയ്ഡും കൂടെ ഉണ്ട്. ഇൻഡിഗോ കളർ ഏത് നല്ലതല്ലേ?
ഞാനൊരു കാലത്ത് തന്നെ ഇൻഡിഗോ പ്രാന്തിയായിരുന്നറിയോ, ഭയങ്കര ഇഷ്ടം. എന്തായാലും കുർത്തി ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം എനിക്ക് ഇൻഡിഗോയുടെ കുർത്തിയേ ഇല്ല, എല്ലാം പോയി. എന്നാ വീഴാൻ തുടങ്ങിയോ? ലെവലൊന്നും ഇല്ലേ? എനിക്കറിയാം പലതിനും ലെവല് തെറ്റി എടുക്കും. ബ്ലൗസ് ഇടയ്ക്കിടയ്ക്ക് ഈ മുടിക്കുന്ന എന്തിനാ? എനിക്ക് ഓടിക്കുന്നു, കിഷ് കിഷ്ന്ന് വിളിക്കുന്ന പോലെ ഓടിക്കുന്നു. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പറഞ്ഞപ്പോൾ അത് ഒന്നെ കൂടി. ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ ആണോ എന്ന് ചോദിച്ചാൽ ബോട്ടിൽ ഗ്രീനാ. നല്ല കളറിൽ, നല്ല പച്ചക്കളറ്. അയ്യോ, ഒരു വെറൈറ്റി. ബോട്ടിൽ ഗ്രീൻ ആണെങ്കിലും ഉണ്ടല്ലോ എന്തോ ഒരു വെറൈറ്റി തോന്നിക്കുന്നു ഭയങ്കരമായിട്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഇവിടുന്ന് ഒരു ഐഡിയ വന്നതാണ്. ഇത് സാരി ആദ്യമായിട്ട് കൊടുക്കണം, എന്നിട്ട് ഇത് 5.5 മീറ്റർ ഇല്ലേ. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പം നിങ്ങൾ ഗുരുവായൂരമ്പലം നടയിൽ എന്ന് പറയുന്ന സിനിമ ഉണ്ടോ? ഞാൻ സിനിമാക്കാരി ആയതുകൊണ്ട് എല്ലാ സിനിമ പ്രാന്തി ആയതുകൊണ്ട് എല്ലാം പറയാം കാണും. പൃഥ്വിരാജാണ് അതിനകത്ത് നായകൻ. അതിനകത്ത് പൃഥ്വിരാജ് 3/4 ഷർട്ട് ഇടുന്നത് മൊഡാളിൻ്റെ മെറ്റീരിയൽ ഉണ്ടാവുക ഷർട്ടാണ് ഇടുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് മൊഡാൾ വെച്ച് ഒരു തയ്ച്ചു കൊടുക്കണം ഷർട്ട്. എന്നിട്ട് ഇതിൻ്റെ കുറച്ചെടുത്ത് 2 മീറ്റർ, പിന്നെ 2.5 മീറ്റർ എടുത്ത് ഭാര്യ ചുരിദാർ തയ്ക്കണം. കൊച്ചിന് പിന്നെ വേണമെങ്കിൽ പെൺകുട്ടി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വേറെ എടുത്ത് തയ്ക്കണം. ഇവർ പറഞ്ഞ് 3 തയ്ക്കണമെന്നാ, പക്ഷെ കണക്കറിയത്തില്ലാത്തവരാ. അതുകൊണ്ട് ചുമ്മാ പറഞ്ഞോളൂ. ഒരു സാരിക്ക് 5.5 മീറ്റർ അല്ലേ കാണുള്ളൂ. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും കുട്ടി എല്ലാം കൂടി എങ്ങനെ തയ്ക്കും എൻ്റെ കുട്ടി? ഇങ്ങനെ. ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നുകൊണ്ട് നമ്മളുടെ ഗീവ് അവേ അവസാനിക്കുന്നതാണ്, ലാസ്റ്റ് ദിവസം. ഇന്നത്തെയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് തിങ്കളാഴ്ച വൈകുന്നേരത്തെ വീഡിയോയിൽ പറയും. ലോട്ടിടുകയാണ്, നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ലോട്ടിടും. ആരെയാണ് കിട്ടിയേക്കുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ സബ്സ്ക്രൈബിൻ്റെയും ഇന്നുകൊണ്ട് തീരാണ്. പിന്നെ എന്നാ പറയാനുള്ള ബ്ലൗസിൻ്റെ ഇത് നടക്കുന്നു. ബ്ലൗസ് കുറേ പുതിയ കഴിഞ്ഞ ഇതിന് തൊട്ട് മുന്നേ കാണിച്ച ബ്ലൗസിൻ്റെ കുറച്ച് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ തൽക്കാലം അത് വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം വയ്യ, മടുത്തു. ബ്ലൗസ് അയച്ചയച്ചും ബുക്കിംഗ് എടുത്തും ഒക്കെ എല്ലാവരും തളർന്നു. ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ വേണ്ടവർ വേണമെങ്കിൽ എൻക്വയറി നടത്തിയാൽ മതി. ഇതിൻ്റെയും കുറച്ച് അതും ഇതും എല്ലാം കുറച്ച് ഉണ്ട്, എല്ലാം ഒന്നുമില്ല, വളരെ കുറച്ച് കളറുകൾ. പിന്നെ റീസ്റ്റോക്ക് വന്നത് കുറച്ചുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പം ഇന്നുകൊണ്ട് കമൻറ്റിൻ്റെ ഗീവ് അവേ തീരും. കമൻറ്റൊക്കെ ചെയ്യുക. നമുക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വരാൻ പറ്റുന്നവരൊക്കെ വയോ. ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ചുരിദാർ സെറ്റാണ് ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ചുരിദാർ വന്നിട്ടുണ്ട്. അത് ഉണ്ടല്ലോ നല്ല ബഡ്ജറ്റ് റേറ്റിലുമാണ് വന്നിരിക്കുന്നത്. പിന്നെ കുർത്തി വന്നിട്ടുണ്ട്, സാരി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. കമൻറ്റ് ഇടാൻ മറക്കരുത്. ഇന്നൊരു ദിവസം കൂടിയേ ഉള്ളൂ. നല്ല കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം. ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്നതിന് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് വിദ്യ അല്ലേ. കൂടി പോകുന്നുണ്ടോ? ഞാൻ എൻ്റെ ശരിക്കുള്ള സ്വഭാവത്തിലാണ് ഞാൻ എന്നാ പറയുന്നത് അറിയാം. കൂടി പോകുന്നുണ്ടോ? വലിയ സീരിയസ് ആയിട്ട് വിഷമമായി പോയോ? എന്നിട്ട് സഹിച്ചോ, കൂടി പോകുന്നുണ്ടോ, സഹിച്ചോ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ചീത്ത വിളി കേൾക്കാൻ വയ്യ. പല വിധത്തിലുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ട് നമ്മൾ ആളറിഞ്ഞ് പെരുമാറാവുള്ളൂ എന്ന് പറയുന്ന പോലെ. ടാറ്റാ.